ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ GT2ൻ്റെ കണ്ടിന്യൂഷനാണ് മൊഡ്യൂൾ 1-ൽ. കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി പോർഷൻ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ റാങ്കിൻസ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ രണ്ട് തിയറീസ് ആണ് വരുന്നത്, റാങ്കിൻസ് തിയറിയും കൊളംബോ വെഡ്ജ് തിയറിയും. അപ്പോൾ റാങ്കിൻസ് തിയറി എന്താ പറയുക, നോട്ട്സ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് KTUൻ്റെ സിലബസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണേ. അപ്പോൾ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 5 മാർക്കിന് ചോദിക്കുന്നത്, 7 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. An unsupported excavation is made to the maximum possible depth in a clay soil having gamma T is equal to 18 kilonewton meter cube, C is equal to 100 kilonewton per meter cube, phi is equal to 30 degree. The active earth pressure according to Rankins theory at the base level of the excavation. Okay. അപ്പം നമുക്ക് ഒരു അൺസപ്പോർട്ടഡ് എക്സ്കവേഷൻ ആണ്. ക്ലേ എന്ന് പറയുന്ന സോയിൽ, ക്ലേ സോയിൽ നമുക്കറിയാം ഹൈലി കോസീവ് ആയിട്ടുള്ള സോയിൽ ആണ്. അതിന്റെ കോയിഷൻ 100 kilonewton per meter cube ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് റാങ്കിൻസ് തിയറി പറയുന്ന പ്രകാരം ബേസ് ലെവലിൽ, എക്സ്കവേഷൻ ബേസ് ലെവലിലുള്ള ഡെപ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് ക്ലേ സോയിലുള്ള. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇക്വേഷൻസ് ഒക്കെ വളരെ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇതിൽ ചെയ്യുന്നത് നമ്മുടെ റാങ്കിൻസ് തിയറി, അക്കോർഡിംഗ് ടു റാങ്കിൻസ് തിയറി പ്രകാരം ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ ഫോർമുല എന്താണ്. അപ്പൊ എന്താണ് ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ ഫോർമുല? സിഗ്മ എ ഈസ് ഈക്വൽ ടു ഗാമ കെ. സിഗ്മ എ ഈസ് ഈക്വൽ ടു, സിഗ്മ എ എന്ന് പറയുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷർ അറ്റ് എനി ഡെപ്ത് ആണ്. ഇൻ എന്ത്, അതെ, ആക്റ്റീവ് എർത്ത് പ്രഷർ അറ്റ് എനി ഡെപ്ത്. അതായത് എ എന്ന് പറയുന്ന ഇത് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷർ. അതായിരുന്നു ഞാൻ പറയാൻ വന്നത്. ഓക്കെ, അതിന്റെ ഫോർമുല എന്താണ്? കെ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച്. അതിൽ സിഗ്മ എ എന്ന് പറയുന്നത് ആക്റ്റീവ് എർത്ത് പ്രഷർ അറ്റ് ഡെപ്ത് എച്ച്, എനി ഡെപ്ത് ആണ് കേട്ടോ. ഇനി ഈ സിഗ്മ എക്ക് പകരം നമ്മൾ ചില നോട്ടിൽ പി എ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം ആക്റ്റീവ് എർത്ത് പ്രഷറിനെ. ഓക്കെ, ഞാൻ കഴിഞ്ഞ തിയറി ക്ലാസ്സിൽ പി എ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ സിഗ്മ എയും പി എയും ഉപയോഗിക്കാം. ഇനി കെ എ എന്ന് പറയുന്നത് എന്തായിരുന്നു? റാങ്കിൻസ് ആക്റ്റീവ് എർത്ത് പ്രഷർ കോഎഫിഷ്യന്റ്. ഗാമ എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ. അതിവിടെ തന്നിരിക്കുന്നത് 18 ആണ്. എച്ച് എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ. ഈ എച്ച് ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? ടു ബി ഡിറ്റർമൈൻഡ് ആസ് മാക്സിമം പോസിബിൾ അൺസപ്പോർട്ടഡ് ഡെപ്ത്. അപ്പം ക്ലേ എന്ന് പറയുന്ന സോയിൽ നമുക്ക് മാക്സിമം എത്ര ഡെപ്തിൽ എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതണം. അത് ഞാനിവിടെ എഴുതിയിട്ടില്ല, മറന്നുപോയതാണ്. അപ്പൊ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഗിവൺ ഡാറ്റാസ് എടുത്തെഴുതാം. എന്തിനാ നമ്മൾ ഗിവൺ ഡാറ്റാസ് എഴുതുന്നത്? ആ ഡാറ്റാസിൽ മിസ്സിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. പിന്നെ തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റാസ് എടുത്തെഴുതുന്നത്. ഞാൻ ഇതിൽ എഴുതാൻ മറന്നു പോയിട്ടുണ്ട്, നിങ്ങൾ എഴുതുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇക്വേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്. രണ്ടാമത്തേത് നമ്മൾ എന്ത് എഴുതണം? ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് എർത്ത് പ്രഷർ, ആക്റ്റീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കുക. അതിനുള്ള ഫോർമുലയാണ് ഇതാ. Ka is equal to 1 minus sin phi divided by 1 plus sin phi എന്ന് പറയുന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ phi 30 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1/3 അല്ലെങ്കിൽ 0.333 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? ഇത് സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം അൺസപ്പോർട്ടഡ് ഡെപ്ത് ആണ്. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്
H maximum is equal to 4C divided by gamma into root of Ka എന്ന് പറയുന്നത് ഫോർമുലയാണ്. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്താണ്? For unsupported vertical excavation in clay soil കേട്ടോ, with the coefficient C, maximum possible depth before failure. അതായത് നമുക്കറിയാം ക്ലേ മാതിരിയുള്ള സോയിൽ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള സോയിലാണ്, മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള സോയിലാണ്. അതിൽ നമ്മൾ ഡീപ്പ് ആയിട്ടുള്ള എക്സ്കവേഷൻ എടുക്കുന്ന സമയത്ത് ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഫെയിലിയർ ആവാനുള്ള ചാൻസിന്റെ മുന്നേ ഉള്ള ഡെപ്ത്, മാക്സിമം ഡെപ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ്. അപ്പൊ അതിന് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഫോർമുലയാണ് എന്തുതാ ഈ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫോർമുല കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെയാ വേണ്ടത്? ആ സോയിലിന്റെ കോഷ്യൻനെസ് അറിഞ്ഞിരിക്കണം, പിന്നെ ആ സോയിലിന്റെ യൂണിറ്റ് വെയിറ്റ് അറിഞ്ഞിരിക്കണം, പിന്നെ കോഎഫിഷ്യന്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 38.5 മീറ്റർ എന്നാണ്. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? ഇക്വേഷൻസ് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് കാൽക്കുലേറ്റ് ആക്റ്റീവ് എർത്ത് പ്രഷർ അറ്റ് ബേസ്. ബേസിലുള്ള ആക്റ്റീവ് എർത്ത് പ്രഷർ കാണാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതിന്റെ ഫോർമുല എന്താണ്? നമ്മൾ ആദ്യം എഴുതിയില്ലേ? സിഗ്മ എ ഇസ് ഈക്വൽ ടു കെ എ ഇൻറ്റു ഗാമ ഇൻറ്റു എച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ എച്ച് എന്താണ്? മാക്സിമം ഹൈറ്റിലുള്ളതാണ്. മാക്സിമം ഡെപ്ത് എവിടെയാണോ അവിടെയുള്ള ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഡെപ്ത് മാക്സിമം ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അത് 38.5 ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 231 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് കിട്ടും. അപ്പൊ 231 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് എന്ത് 38.5 മീറ്റർ ഹൈറ്റിൽ കിട്ടുന്ന ആക്റ്റീവ് എർത്ത് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചിലപ്പം 7 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു 9 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് എന്ത് പഠിക്കണം? ഫോർമുല പഠിക്കണം. പിന്നെ ആൻസർ എഴുതുന്ന സമയത്ത് എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന്റെ യൂണിറ്റ് എഴുതണം. അപ്പൊ ഹൈറ്റ് ഒക്കെ നമ്മൾ മീറ്ററിൽ സെന്റിമീറ്ററിലൊക്കെയാണ് പറയാ, പക്ഷെ ക്വസ്റ്റ്യനിൽ നമുക്ക് എല്ലാം മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ എഴുതിയാൽ മതി. പിന്നെ എർത്ത് പ്രഷർ, സ്ട്രെസ്, അതൊക്കെ നമ്മൾ എന്തിലാ റെപ്രസെന്റ് ചെയ്യുക? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. യൂണിറ്റ് വെയിറ്റോ? കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് KTUയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്കിന് ചോദിച്ചതാണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഡിറ്റർമൈൻ ദ സ്ട്രെസ്സസ് അറ്റ് ദി ടോപ്പ് and bottom of the cut shown in the figure below. Also determine the maximum depth of potential crack and the maximum depth of unsupported excavation. Take gamma W is equal to 10 kilonewton per meter cube. അപ്പൊ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഡിറ്റർമൈൻ ദി സ്ട്രെസ്സസ് അറ്റ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ഓഫ് ദി കട്ട്. ടോപ്പിലും ബോട്ടത്തിലും ഉള്ള സ്ട്രെസ്സസ് കണ്ടുപിടിക്കാം. പിന്നെ also determine the maximum depth of potential crack. Okay, അപ്പോൾ ഫെയിലിയർ ആവുന്നതിന്റെ മുന്നേ ഉള്ള മാക്സിമം ഡെപ്ത്. പിന്നെ മാക്സിമം ഡെപ്ത് ഓഫ് അൺസപ്പോർട്ടഡ് എക്സ്കവേഷൻ. പിന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ മാക്സിമം ഡെപ്ത് ഓഫ് അൺസപ്പോർട്ടഡ് എക്സ്കവേഷനും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. Phi 12 ഡിഗ്രി, C കോയിഷ്യന്റ് 20, ഗാമ 18, ഹൈറ്റ് ടോട്ടൽ ഹൈറ്റ് 4 മീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിലുള്ള മാക്സിമം ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം, മാക്സിമം ഡെപ്തും കണ്ടുപിടിക്കണം പൊട്ടൻഷ്യൽ ക്രാക്കുള്ള. അപ്പൊ നമുക്കറിയാം നമ്മൾ GT1 ഈ പ്രഷർ ഡയഗ്രാം ഒക്കെ വരച്ച് പഠിച്ചിട്ടുണ്ടാവില്ലേ? അപ്പൊ ഈ പ്രഷർ ഡയഗ്രാം ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ട്രയാങ്കിൾ ഷേപ്പിലാണ് വരിക. അപ്പൊ ഇവിടെ, അതായത് ഇവിടെയാണ് നമ്മുടെ സെറ്റ് C എന്ന് പറയുന്ന സാധനം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സെറ്റ് C എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഡെപ്ത് ആണ്. മാക്സിമം ഡെപ്ത് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡെപ്ത്. ഈ ക്രിട്ടിക്കൽ ഡെപ്ത് എവിടെയാണോ വരുന്നത്, അതായത് എവിടെയാണോ ആക്റ്റീവ് എർത്ത് പ്രഷർ 0 ആകുന്നത് ആ ഡെപ്ത് ആണ് ക്രിട്ടിക്കൽ ഡെപ്ത്. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ ഡെപ്തിൽ ആക്റ്റീവ് എർത്ത് പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ മാക്സിമം ഡെപ്ത് ഓഫ് പൊട്ടൻഷ്യൽ ക്രാക്ക്. അവിടെ എന്തായിരിക്കും? ആക്റ്റീവ് പ്രഷർ 0 എന്ന് പറയുന്നത് ഫെയിലിയർ അല്ലേ? അപ്പൊ അതാണ് നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാനുള്ളത്. പിന്നെ നമുക്ക് അൺസപ്പോർട്ടഡ് എക്സ്കവേഷൻ. പിന്നെ ഉള്ളത് ഈ ടോപ്പിൽ ഉള്ള
ടോപ്പിലുള്ള ആക്റ്റീവ് എർത്ത് പ്രഷറും ബേസിലുള്ള ആക്റ്റീവ് എർത്ത് പ്രഷറും കണ്ടുപിടിക്കണം. ടോപ്പിൽ എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ 2c × √k ആയിരിക്കും. ബേസിൽ ബോട്ടത്തിൽ എന്ന് പറയുന്നത് ka gamma h minus 2c × √k ആയിരിക്കും. ഓക്കെ, അപ്പൊ അതെങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ ഗിവൺ ഡാറ്റാസ് എഴുതിയിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ, കോയിഷൻ, യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, ഇത്രയും സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഞാനിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് റാങ്കിൻസ് ആക്റ്റീവ് എർത്ത് പ്രഷർ കോഎഫിഷ്യന്റ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 1 - sin phi / 1 + sin phi ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.656 എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, സിമ്പിൾ ആണ് കേട്ടോ, ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ഡെപ്ത് ഓഫ് പൊട്ടൻഷ്യൽ ക്രാക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് ടെൻഷൻ എവിടെയാണോ അവിടെ ആയിരിക്കും ഈ മാക്സിമം പൊട്ടൻഷ്യൽ ക്രാക്ക് ഉണ്ടാവുക. അപ്പം ദിസ് ഈസ് ദി ഡെപ്ത് where the active pressure becomes 0 due to tensile stress. Okay, എവിടെയാണോ maximum depth of potential crack വരുന്നത് അവിടെ ആക്റ്റീവ് പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്ത് കാരണം? ടെൻസൈൽ സ്ട്രെസ് കാരണം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്, ZC = 2c / gamma × √ka. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഡെപ്ത് ഓഫ് പൊട്ടൻഷ്യൽ ക്രാക്ക്. അപ്പൊ ഇതിൽ നമുക്ക് ഡാറ്റാസ് ഒക്കെ അറിയാം. അപ്പൊ നമ്മൾ എല്ലാതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 2.74 മീറ്റർ എന്ന് പറയുന്ന ഒരു ഡെപ്ത് ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഡെപ്ത് ഓഫ് പൊട്ടൻഷ്യൽ ക്രാക്ക് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാക്സിമം ഡെപ്ത് ഓഫ് അൺസപ്പോർട്ടഡ് എക്സ്കവേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ, h = 4c / gamma × √k. അപ്പൊ ഇതിൽ നമുക്ക് എന്തറിയാം? C അറിയാം, ഗാമ അറിയാം, കോഎഫിഷ്യന്റ് അറിയാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 5.49 മീറ്റർ എന്നാണ് വരിക. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്ത് ഓഫ് പൊട്ടൻഷ്യൽ ക്രാക്ക്, അതായത് എവിടെയാണോ എർത്ത് പ്രഷർ 0 ആവുന്നത് ആ കേസിലുള്ള ക്രിട്ടിക്കൽ ഡെപ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഇത്. ഇതിനെ ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയട്ടോ. ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അവിടെ ആക്റ്റീവ് എർത്ത് പ്രഷർ 0 ആയിരിക്കും. ഈ ഇക്വേഷൻ എന്താണ്? മാക്സിമം ഡെപ്ത് ഓഫ് അൺസപ്പോർട്ടഡ് എക്സ്കവേഷൻ ഇൻ ക്ലേ, അതായത് കോഴ്സി സോയിൽ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ രണ്ട് ഇക്വേഷനും മാറിപ്പോകാൻ പാടില്ല, വൃത്തിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടോപ്പിലും ബോട്ടത്തിലും ഉള്ള എർത്ത് പ്രഷർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം അറ്റ് ദി ടോപ്പിൽ എന്തായിരിക്കും? അറ്റ് ദി ടോപ്പിൽ Z എന്തായിരിക്കും? 0 ആയിരിക്കില്ലേ അല്ലെ? എങ്ങനെയാ വരിക? അതിന്റെ ഒരു നേരത്തെ കണ്ട ഡയഗ്രം ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത ടോപ്പിൽ എന്തായിരിക്കും? അടുത്ത ടോപ്പിൽ ഹൈറ്റ് ഉണ്ടാവുമോ? ഹൈറ്റ് ഉണ്ടാവില്ല. എന്തായിരിക്കും? Z 0 ആയിരിക്കും. അപ്പൊ നമ്മള് ഈ എർത്ത് പ്രഷറിന്റെ ഇക്വേഷൻ ഇല്ലേ, ഈ എർത്ത് പ്രഷറിന്റെ ഇക്വേഷനിൽ ഈ ഫസ്റ്റ് ടേം KA ഗാമ സെഡില് സെഡിന് 0 ആക്കി കൊടുത്താൽ എന്തായിരിക്കും? ഇത് മൊത്തം 0 ആകും അല്ലെ. എന്നിട്ട് 0 ആയിട്ട് ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ടേമിന്റെ കൂടെ എന്തുണ്ടാകും? ഒരു മൈനസ് സൈൻ ഉണ്ടാവും, നെഗറ്റീവ് സൈൻ ഉണ്ടാവും. അപ്പൊ നമുക്ക് സിഗ്മ എ അറ്റ് ടോപ്പില് ഇക്വേഷൻ വരുന്നത് -2c × √k എന്നാണ്. അപ്പൊ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈനസിലാണ് ആൻസർ വരിക. ഓക്കെ, ഈ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ടെൻസൈൽ സ്ട്രെസ് ആണ്. അതായത് അവിടെ ടെൻസൈൽ സ്ട്രെസ് ആണ് ടോപ്പിലുള്ളതെന്നാണ് ആ നെഗറ്റീവ് സൈൻ കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഇതേപോലെ തന്നെ എർത്ത് പ്രഷർ അറ്റ് ദി ബോട്ടം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും മാക്സിമം ഡെപ്ത് നമുക്ക് എവിടെയാണോ കിട്ടിയിരിക്കുന്നത് അവിടെയാണ് നമുക്ക് എക്സ്കവേഷൻ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഹൈറ്റ് ആണോ എടുക്കേണ്ടത്? അല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഇക്വേഷൻ സെയിം അല്ലേ? ബോട്ടത്തില് KA ഗാമ സെഡ് -2c × √k. അപ്പൊ ഇക്വേഷൻ സെയിം ആണ് അല്ലെ. എവിടെ എന്താണ് വ്യത്യാസം? Z എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ നമുക്ക് എത്രയാ മാക്സിമം ഹൈറ്റ് കിട്ടിയിരിക്കുന്നത്? 5.49. അപ്പൊ ആ 5.49 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് 32.4 എന്നാണ് ആൻസർ കിട്ടുക. അപ്പൊ ഇത് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടുക, ഇത് പോസിറ്റീവ് ആയിട്ടാണ് കിട്ടുന്നത്. ബോട്ടത്തില് പോസിറ്റീവും
ടെൻസൈൽ സ്ട്രെസ്സിൽ നെഗറ്റീവ് ആണ് കിട്ടുന്നത്. ഇനി വേറൊരു കാര്യം, ഞാൻ ഈ ചെയ്തിരിക്കുന്നത് ആൻസർ കിട്ടിയത് ശരിയാണോ എന്നറിയില്ല. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കും പെന്നും കാൽക്കുലേറ്ററും ഒക്കെ എടുക്കുക, എന്നിട്ട് ഇത് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസമോ അല്ലെങ്കിൽ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആൻസർ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താൽ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞിട്ട്, അതായത് സ്ട്രെസ് അറ്റ് ടോപ്പ് കട്ട് നമുക്ക് കിട്ടി, അതേപോലെ തന്നെ ബോട്ടം കിട്ടി, പിന്നെ മാക്സിമം ഡെപ്ത് ഓഫ് പൊട്ടൻഷ്യൽ ക്രാക്ക്, മാക്സിമം അൺസപ്പോർട്ടഡ് എക്സ്കവേഷൻ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത് ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ, അതേപോലെ തന്നെ ആൻസർ കിട്ടുന്നില്ലെങ്കിലും പറയാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആണ്, അതിലെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. നേരത്തെ എന്തായിരുന്നു, φ = 12 ഡിഗ്രി ആയിരുന്നു, ഇവിടെ φ = 5 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഞാൻ ചെയ്തിട്ടില്ല, അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, കെന്റെ ഇക്വേഷൻ, അതേപോലെ തന്നെ ക്രാക്ക് എവിടെയാ വരുന്നത്, മാക്സിമം ഡെപ്ത്, പിന്നെ നമ്മുടെ മാക്സിമം അൺസപ്പോർട്ടഡ് എക്സ്കവേഷൻ, പിന്നെയുള്ളത് ടോപ്പ് കട്ടിൽ Z0 ആയിരിക്കും. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. അതേപോലെ തന്നെ ബോട്ടം കട്ടിൽ Z മാക്സിമം ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഈ കേസിൽ എനിക്ക് 4.85 മീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബോട്ടത്തിലുള്ള ആക്റ്റീവ് എർത്ത് പ്രഷറും കിട്ടും. അപ്പൊ ഇത് ഹോംവർക്ക് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് അത്ര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല, 5 മാർക്കിനും 6 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? A retaining wall of height 8 meter retains dry sand. In the initial state, the soil is loose and has a void ratio of 0.5, gamma d 17.8, phi is equal to 30 degree. Subsequently, the backfill is compacted to a state where void ratio is 0.4, gamma d 8.8, phi is equal to 35 degree. The ratio of initial passive thrust to the final passive thrust according to Rankins earth pressure theory. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? ഒരു റീറ്റൈനിങ് വാൾ ഉണ്ട്, അതിന്റെ ഹൈറ്റ് 8 മീറ്റർ ആണ്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ സോയിൽ എന്താണ്, ലൂസ് ആണ്. അപ്പൊ അതിന്റെ വോയിഡ് റേഷ്യോ 0.5, ഗാമ ഡി 17.8, ഫൈ 30 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് സബ്സിക്വന്റ്ലി അത് പോകെ എന്തായി, ബാക്ക് ഫില്ല് കോമ്പാക്റ്റഡ് ആയിട്ട് കോമ്പാക്റ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തി. അപ്പൊ വോയിഡ് റേഷ്യോ എന്തായി, 0.4, ഗാമ ഡി മാറി 18.8, ഫൈ 35 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇനീഷ്യൽ സ്റ്റേജിലുള്ള പാസീവ് എർത്ത് പ്രഷറും ഫൈനൽ സ്റ്റേജിലുള്ള പാസീവ് എർത്ത് പ്രഷറും കണ്ടുപിടിച്ചിട്ട് അതിന്റെ റേഷ്യോ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, പാസീവ് എർത്ത് പ്രഷർ ആണ്. നമ്മൾ ഇതുവരെ 3 ക്വസ്റ്റ്യൻസ് നോക്കി, അതെന്തായിരുന്നു, ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ്. ഇപ്പൊ പാസീവ് എർത്ത് പ്രഷർ വരുന്ന സമയത്ത് ഇക്വേഷൻസ് മാറൂലേ? മാറും. അപ്പൊ ഏതൊക്കെ ഇക്വേഷൻസ് ആ വരിക? അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഇതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് കേട്ടോ, ഇനീഷ്യൽ സ്റ്റേജ്. അപ്പൊ ആദ്യം കണ്ടുപിടിച്ചിരിക്കുന്നത് എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് എർത്ത് പ്രഷർ. അതിന്റെ ഇക്വേഷൻ എന്താണ്, Kp is equal to 1 plus sin 30 divided by 1 minus sin 30. അതായത് 1 plus sin 5 divided by 1 minus sin 5 എന്നുള്ള ഇക്വേഷൻ ആണ് വരിക. ഓക്കെ, ഇനി ഇവിടെ കേറിപ്പോയി. ഓക്കെ, അടുത്തത് പാസീവ് എർത്ത് പ്രഷറിന്റെ ഫോർമുല എന്തായിരുന്നു, ഹാഫ് ഇൻറ്റു Kp ഇൻറ്റു ഗാമ ഇൻറ്റു H ഇൻറ്റു H, അതായത് H². ഇതാണ് എന്ത്, നമ്മുടെ പാസീവ് എർത്ത് പ്രഷറിന്റെ ഫോർമുല. അപ്പൊ അതിൽ നമുക്ക് Kp എന്ന് പറയുന്നത് 3 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഗാമ 17.8 ആണ്, ഹൈറ്റ് 8 മീറ്റർ. അപ്പൊ നമ്മള് ഇവിടെ നമുക്ക് കിട്ടുന്നത് 1708 8.8 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക. ഇനി നമുക്ക് എന്താണ്, ഫൈനൽ സ്റ്റേജിലുള്ളതാണല്ലേ കിട്ടേണ്ടത്. ഫൈനൽ സ്റ്റേജിൽ എന്തൊക്കെയാ വ്യത്യാസം വരുന്നത്, അവിടെ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ എന്താവുന്നുണ്ട്, 30 നിന്ന് 35 ഡിഗ്രി ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫോർമുലയില് φ is equal to 35 ഡിഗ്രി എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, പാസീവ് എർത്ത് പ്രഷർ കണ്ടുപിടിക്കുമ്പോഴോ എന്താ വ്യത്യാസം, ഗാമ
18.8 ആയിട്ടുണ്ട്. ഹൈറ്റ് മാറുമോ? ഇല്ല. സെയിം റിട്ടൈനിങ് വോൾ തന്നെയാണ്. ഹൈറ്റ് മാറില്ല. ഹൈറ്റ് 8 തന്നെയാണ്. അപ്പൊ സെയിം ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ആൻസറിന്റെ കൂടെ നമ്മൾ എന്ത് എഴുതണം? യൂണിറ്റ് എഴുതണം. യൂണിറ്റ് ഞാൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? ഇനീഷ്യൽ ത്രസ്റ്റും ഫൈനൽ ത്രസ്റ്റും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനീഷ്യൽ ത്രസ്റ്റ് ഡിവൈഡഡ് ബൈ ഫൈനൽ ത്രസ്റ്റ്. അപ്പൊ നമുക്ക് 0.77 ആൻസർ കിട്ടും. ഇതിന് യൂണിറ്റ് ഉണ്ടാവുമോ? യൂണിറ്റ് ഉണ്ടാവില്ല. കാരണം എന്താണ്? ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരേ യൂണിറ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ അത് ക്യാൻസൽ ചെയ്തോളൂ. ഓക്കെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലേ? മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഇതെന്താണ്? A 3 meter high retaining wall is supporting a saturated sand of bulk density 18 kilonewton per meter cube and angle of shearing resistance 30. The change in magnitude of active earth pressure at the base due to rise in groundwater table from the base of the footing to the ground surface shall gamma W is equal to 10 kilonewton per meter cube. Okay. അപ്പോൾ ഇവിടെയും റീറ്റൈനിങ് വോൾ ആണ്. അതിന്റെ ഹൈറ്റ് 3 മീറ്റർ ആണ്. സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാച്ചുറേറ്റഡ് സാൻഡിലാണ്. സാച്ചുറേറ്റഡ് സാൻഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ഉണ്ടാവും അല്ലെ? അത് സാച്ചുറേറ്റ് ആയത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു കാപ്പിലറി ആക്ഷൻ എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ബൾക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അതിന്റെ ഷിയറിംഗ് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് പ്രഷർ, ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് പ്രഷർ ഡ്യൂ ടു ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. ഗ്രൗണ്ട് വാട്ടർ ടേബിൾ കാരണം, അതായത് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ കാരണം ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ആക്റ്റീവ് എർത്ത് പ്രഷർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് തന്നിട്ടുണ്ട്? അവിടെയുള്ള യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. 10 kilonewton per meter cube എന്നാണ്. ഓക്കെ. അപ്പൊ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉണ്ടാവുന്ന സമയത്ത് അവിടെ എന്തുണ്ടാകും? ഒരു പോർ വാട്ടർ പ്രഷർ ഉണ്ടാകും അല്ലെ? അപ്പൊ പോർ വാട്ടർ പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? ആ പോർ വാട്ടർ പ്രഷർ എത്ര ഹൈറ്റിലാണോ ആ ഹൈറ്റ് ഇൻറ്റു ആ സ്റ്റേജിലുള്ള യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ആണ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണ് എന്തുണ്ടാവുക? പോർ വാട്ടർ പ്രഷർ ഉണ്ടാവുക. ഇത് GT1 പഠിച്ചതാണ്. ഞാൻ ഇക്വേഷൻ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിലുള്ളതാണ്. അപ്പൊ കെ എന്ന് പറയുന്നത് 1/3, അതായത് ആംഗിൾ 30 ഡിഗ്രി ആണ്. അപ്പൊ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് KA 1/3 എന്ന് കിട്ടും. ഇനി PA അറ്റ് ബേസ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചിലപ്പോൾ സിഗ്മ എ എന്നും PA എന്നും ഒക്കെ കൊടുക്കും. എന്തായിരുന്നു ഇക്വേഷൻ ആക്റ്റീവ് എർത്ത് പ്രഷറിന്റെ? KA ഇൻറ്റു ഗാമ സാച്ചുറേറ്റഡ് ഇൻറ്റു H. ഗാമ ഇൻറ്റു H എന്നാണ്. അപ്പൊ ഇവിടെ സാച്ചുറേറ്റഡ് ആണ് തന്നിരിക്കുന്നത്. സാച്ചുറേറ്റഡ് സോയിൽ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് വെയിറ്റ് 18 തന്നിട്ടുണ്ട്. ഇൻറ്റു 3 ചെയ്യുന്ന സമയത്ത് നമുക്ക് 18 kilonewton per meter square എന്നാണ് കിട്ടുക. അതേപോലെ തന്നെ ഫൈനൽ സ്റ്റേജിൽ എന്താണുള്ളത്? ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത്, അതായത് സ്റ്റേജ് മാറുമ്പോൾ അവിടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഗ്രൗണ്ട് വാട്ടർ ടേബിൾ ഉണ്ട്. അപ്പൊ അവിടെയുള്ള വാട്ടറിന്റെ എന്ത് തന്നിട്ടുണ്ട്? യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുണ്ട്. 10 kilonewton per meter cube എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഈ U എന്ന് പറയുന്നത്, അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഈ പ്രഷറിന്റെ കൂടെ എന്തുണ്ടാകും? പോർ വാട്ടർ പ്രഷറും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അതായത് വാട്ടർ ടേബിൾ ഉള്ള കേസ് ആണെങ്കിൽ അവിടെ എന്തുണ്ടാകും? പോർ വാട്ടർ പ്രഷർ ഉണ്ടാകും. GT1 പഠിച്ചതാണ്. ഓക്കെ. അപ്പം ആ പോർ വാട്ടർ പ്രഷർ ഉണ്ടെങ്കിൽ നമ്മൾ പോർ വാട്ടർ പ്രഷറും കൂടെ അവിടെ ആഡ് ചെയ്യണം. U എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോർ വാട്ടർ പ്രഷർ ആണ്. പോർ വാട്ടർ പ്രഷർ എങ്ങനെയാ കാണുക എന്ന് വെച്ചാൽ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഹൈറ്റ് ആണ്. എത്രയാണോ ഹൈറ്റ് അത് ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അവിടെയുള്ള പോർ വാട്ടർ പ്രഷർ കിട്ടും. അപ്പൊ ഇവിടെ നമുക്കറിയാം KA ഗാമ ഇവിടെ 8 ആണ്. 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 18 മൈനസ് 10, അതായത് ആദ്യത്തെ യൂണിറ്റ് വെയിറ്റ് മൈനസ് നമ്മൾ വാട്ടറിന്റെ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ഓക്കെ. ആ 8 ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ. പ്ലസ് അല്ല ഇൻറ്റു 3. ഇനി പ്ലസ് U എന്ന് പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞു 10 ഇൻറ്റു 3. ഹൈറ്റ് 3 ആണ്. 10 എന്ന് പറയുന്നത് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ ആണ്, വാട്ടർ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് 38 kilonewton per meter square എന്നാണ് കിട്ടുക. അപ്പൊ ഹൈറ്റ് എത്രത്തോളം ഇൻക്രീസ് ചെയ്തു ആദ്യത്തേതിനെക്കാട്ടിലും?
ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്? 38 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറും ഇവിടെ 18 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ എന്താണ് ഉണ്ടാവുക? എങ്ങനെയാ ചെയ്യാ? 38 minus 18 is equal to 20. ഇങ്ങനെയല്ലേ വരിക? അപ്പം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയപ്പം എത്രയാണ് മാറിയത്? 20. അതായത് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇത്രയും പ്രോബ്ലംസ് വളരെ സിമ്പിൾ ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. ഒരു ബുക്ക്, ഒരു പേപ്പർ, ഒരു കാൽക്കുലേറ്റർ, ഇത്രയും കാര്യങ്ങൾ എടുക്കുക. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യുക. ഇക്വേഷൻസ് പഠിക്കുക, യൂണിറ്റ് പഠിക്കുക, അതേപോലെ തന്നെ ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ ഡയഗ്രാം വരച്ച് പഠിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.